की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രലേഖനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലെറ്റർ റൈറ്റിംഗ്. നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ലെറ്റേഴ്സ്, ഫസ്റ്റ് വൺ പേഴ്സണൽ ലെറ്റർ, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ ലെറ്റർ, തേർഡ് ലെറ്റർ ഓഫ് ഓർഡർ, ഫോർത്ത് കംപ്ലൈൻറ്റ് ലെറ്റർ, ഫിഫ്ത്ത് ബിസിനസ് ലെറ്റർ, ദെൻ സിക്സ്ത് ബാങ്ക് ലെറ്റർ. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. എന്താണ് ലെറ്റർ റൈറ്റിംഗ്? പത്രലേഖൻ. पत्रलेखन के द्वारा हम दूर स्थित सगे संबंधियों, कार्यालय के अधिकारियों, व्यापारियों तथा मित्रों के साथ मन के विचारों का आदान प्रदान कर सकते हैं. ലെറ്ററിലൂടെ നമുക്ക് ദൂരത്തു സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, ഓഫീസ് അധികാരികൾക്ക്, അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക്, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ നമുക്ക് മെസ്സേജ്, നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന മാധ്യമമാണ് ലെറ്റർ. പത്ര ലിഖते समय निम्नलिखित बातों का ध्यान रखना चाहिए. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു 6 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പത്ര കിസ്കോ ലിഖ്നാ ഹെ ഓർ ഉസ്മേ ക്യാ സമാചാർ ലിഖ്നാ ഹെ. ലെറ്റർ ആർക്കാണോ എഴുതേണ്ടത്, എന്ത് ന്യൂസാണ് അതിനകത്ത് എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ജിസ്കോ പത്ര ലിഖ്നാ ഹെ ഉസ്മേ സംബന്ധ് उससे संबंध और उसके पद के अनुसार शिष्टाचार पूर्ण शब्दों का प्रयोग करना चाहिए. നമ്മൾ ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ പോസ്റ്റിനനുസരിച്ച്, അയാളുടെ ബന്ധത്തിനനുസരിച്ചായിരിക്കണം വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. തേർഡ്, പത്ര की ഭാഷ सरल सरस तथा स्पष्ट होनी चाहिए. നമ്മൾ ലെറ്റർ എഴുതുന്ന ലാംഗ്വേജ് വളരെ ലളിതവും അതുപോലെ ക്ലിയറുമായിരിക്കണം. फोर्थ, पत्र में व्यर्थ की बातें नहीं लिखनी चाहिए और न ही पत्र में അഭിമാനപൂർണ്ണ ശബ്ദോं का प्रयोग करना चाहिए. നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ വലിയ വലിയ വാക്കുകളും നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഫിഫ്ത്ത് വൺ, പത്ര का आरंभ तथा समाप्ति अच्छे ढंग से होनी चाहिए. നമ്മൾ ലെറ്റർ ആരംഭിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ, അതുപോലെ അവസാനിപ്പിക്കുന്നതും വളരെ നല്ല രീതിയിലായിരിക്കണം. लास्ट वन, पता लिखते समय पूर्ण सावधानी बरतनी चाहिए. ഇവിടെ പത്ത എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അഡ്രസ്സാണ്. അഡ്രസ്സ് എഴുതുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. അഡ്രസ്സ് തെറ്റിയാൽ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അയാൾക്ക് ആ ലെറ്റർ കിട്ടിയെന്ന് വരില്ല. ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ്, പത്രോं के प्रकार. ഇവിടെ പത്രത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഔപചാരിക് പത്ര, ഇംഗ്ലീഷിൽ ഫോർമൽ ലെറ്റർ എന്ന് പറയും. അനൗപചാരിക് പത്ര, ഇൻഫോർമൽ ലെറ്റർ. അങ്ങനെ രണ്ടായിട്ടാണ് പത്രത്തെ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് ഔപചാരിക് പത്ര, അതുപോലെ അനൗപചാരിക് പത്രം എന്ന് നമുക്ക് നോക്കാം. अनौपचारिक पत्र, इनफॉर्मल लेटर. अनौपचारिक पत्र उन लोगों को लिखा जाता है जिनसे हमारा व्यक्तिगत संबंध रहता है. നമ്മൾ പേഴ്സണലായിട്ട് ബന്ധം ഉള്ള ആളുകൾക്ക്, നമ്മൾ വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളുകളായിട്ട് നമ്മൾ എഴുതുന്ന ലെറ്ററാണ് अनौपचारिक ലെറ്റർ എന്ന് നമ്മൾ പറയാം. अनौपचारिक पत्र अपने परिवार के लोगों को, जैसे माता पिता, भाई बहन, सगे संबंधियों और मित्रों को उनका हाल चाल पूछने, निमंत्रण देने और सूचना आदि देने के लिए लिखे जाते हैं. നമ്മൾ നമ്മുടെ അച്ഛന്, അമ്മയ്ക്ക്, സഹോദരന്, സഹോദരിക്ക്, സുഹൃത്തുക്കൾക്ക് അവരുടെ ക്ഷേമവും അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. इन पत्रों में शब्दों की संख्या असीमित हो सकती है क्योंकि इन पत्रों में इधर उधर की बातों का भी समावेश होता है. നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് നമുക്ക് എഴുതാം, അല്ലേ? സുഖമാണോ, എനിക്കിവിടെ സുഖമാണ്, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദങ്ങൾക്ക് ഇവിടെ ലിമിറ്റേഷൻസ് ഇല്ല, എങ്കിൽ കൂടി വളരെ ഷോർട്ടായിരിക്കണം. ഇനി എന്താണ് ഔപചാരിക് പത്ര, അതായത് ഫോർമൽ ലെറ്റർ?
औपचारिक पत्र उन्हें लिखा जाता है जिनसे हमारा कोई निजी संबंध ना हो. നമുക്ക് പേഴ്സണലായിട്ട് റിലേഷൻ ഇല്ലാത്തവർക്ക് നമ്മൾ എഴുതുന്ന ലെറ്ററാണ് ഔപചാരിക് പത്ര, ഫോമൽ ലെറ്റർ. ഉദാഹരണമായിട്ട് വ്യവസായ से संबंधित ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രധാനചാരി को लिखे പ്രാർത്ഥനാ പത്ര, പ്രിൻസിപ്പളിന് എഴുതിയ റിക്വസ്റ്റ് ലെറ്റർ, അതുപോലെ ആവേദന പത്രം, എന്തെങ്കിലും ജോബിന് വേണ്ടി നമ്മൾ അയക്കുന്ന ആപ്ലിക്കേഷൻ ലെറ്റർ, സർക്കാർ വിഭാഗവും को लिखे गए പത്ര, നമ്മൾ ഗവൺമെൻറ്റിന് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ എഴുതുന്ന ലെറ്റേഴ്സ്, സമ്പാദക നാം പത്ര, ന്യൂസ് എഡിറ്റർക്ക് നമ്മൾ എഴുതുന്ന പത്ര, അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. इन पत्रों के केवल काम या अपनी समस्या के बारे में ही बात कही जाती है. ഈ ലെറ്റർ എഴുതുമ്പോൾ എന്താണോ കാര്യം, എന്താണോ പ്രോബ്ലം, അത് മാത്രമേ പാടുള്ളതുള്ളൂ. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് തോന്നിയ പോലെ എഴുതാൻ പാടുള്ളതല്ല. അപ്പം ഇതാണ് അനൗപചാരിക പത്രവും ഔപചാരിക പത്രവും തമ്മിലുള്ള വ്യത്യാസം. ഔപചാരിക പത്രത്തിൽ, അതായത് ഫോമൽ ലെറ്ററിൽ വരുന്ന പത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥനാ പത്ര, റിക്വസ്റ്റ് ലെറ്റർ, ആവേദൻ പത്ര, ആപ്ലിക്കേഷൻ ലെറ്റർ, ബധായി പത്ര, ഗ്രീറ്റിംഗ് ലെറ്റർ, വ്യാവസായിക് പത്ര, ബിസിനസ് ലെറ്റർ, സമ്പാദകീയ പത്ര, എഡിറ്റോറിയൽ ലെറ്റർ, ശിക്കായത്തി പത്ര, കംപ്ലൈൻറ്റ് ലെറ്റർ. ഇനി പത്രലേഖനത്തെക്കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. പത്ര ലേഖൻ അസൽ മേ എക് കല ഹെ. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഈ മാനവ സഭ്യത കെ വികാസ് കി എക് മഹത്വപൂർണ്ണ ഉപലബ്ധി ഹെ. ഇത് മാനവ സംസ്കാര വികസനത്തിൻ്റെ സുപ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ്. മാനവ കെ സാമാജിക ജീവൻ മേ പത്രവ്യവഹാർ ക മഹത്വപൂർണ്ണ സ്ഥാന ഹെ. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിൽ ലെറ്ററിന് സ്ഥാനമുണ്ട്. भावों तथा विकार विचारों को दूसरों के सामने प्रकट करता रहता है. സാമൂഹിക ജീവി എന്ന നിലയിൽ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിന് ഈ ലെറ്റർ എന്ന് പറയുന്ന മാധ്യമം വളരെ സഹായിക്കുന്നു. दूरस्थ व्यक्तियों के साथ इस प्रकार के आदान प्रदान के लिए एक माध्यम के रूप में पत्र व्यवहार का अपना विशेष स्थान है. ദൂരത്തുള്ള വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാധ്യമം നമ്മളെ വളരെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സ്ഥാനമാണുള്ളത്. हमारे समाज दिन एवं दिन विकास की ओर बढ़ता जा रहा है. നമ്മുടെ സൊസൈറ്റി ഓരോ ദിവസവും ഡെവലപ്മെൻ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. इसके अनुसार पत्र व्यवहार का ढंग भी विकसित हो गया है. അതുകൊണ്ട് തന്നെ പത്രം, അതായത് ലെറ്റർ ഫോർമാറ്റിലും മറ്റും നവമാധ്യമങ്ങളുടെ കടന്നുവരവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് കാരണം പത്ര വ്യവഹാർ को हम सुविधा के लिए 4 प्रकारों में बांट सकते हैं. പത്രത്തെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വൈയക്തിക യാ വ്യക്തിഗത പത്ര, പേഴ്സണൽ ലെറ്റർ എന്ന് പറയും. അതുപോലെ സാമാജിക് പത്ര, സോഷ്യൽ ലെറ്റർ, അതുപോലെ തന്നെ വ്യാവസായിക് പത്ര ഓർ കാര്യാലയ പത്ര, ബിസിനസ് ലെറ്ററും ഓഫീസ് ലെറ്ററും. എന്താണ് വ്യക്തിഗത പത്രം? അതായത് പേഴ്സണൽ ലെറ്റർ अपने सगे संबंधियों तथा मित्रों को लिखे जाने वाले पत्र इसके अंतर्गत आते हैं. നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും മറ്റും എഴുതുന്ന പത്രങ്ങളാണ് വ്യക്തിഗത പത്രത്തിൽ വരുന്നത്. ഇതിനെ നിജി പത്ര ബി कहते हैं. ഇതിനെ പേഴ്സണൽ ലെറ്റർ എന്നും പറയും. നിജി പത്രം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലെറ്റർ. അതുപോലെ സാമാജിക് പത്ര, സോഷ്യൽ ലെറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും. സാമാജിക് गतिविधियों जैसे निमंत्रण देना, बधाई, संताप सूचित करना, इनका जवाब आदि परिचित या अपरिचित लोगों को लिखे जाने वाले पत्र इनके अंतर्गत आते हैं. പരിചയമുള്ള ആൾക്കാർക്കും പരിചയമില്ലാത്ത ആൾക്കാർക്കൊക്കെ നമ്മൾ ക്ഷണക്കത്തൊക്കെ കൊടുക്കില്ലേ? അപ്പോൾ അപ്രകാരമുള്ള നമ്മുടെ ദുഃഖം സൂചിപ്പിച്ചുകൊണ്ട് അതുപോലെ ആശംസ അറിയിച്ചുകൊണ്ടൊക്കെ എഴുതുന്ന പത്രങ്ങളൊക്കെ എന്തിൽ വരും? സാമാജിക് പത്ര, സോഷ്യൽ ലെറ്ററിൽ വരും. അടുത്തത് വ്യാവസായിക് പത്രമാണ്, ബിസിനസ് ലെറ്റർ. വ്യാവസായിക് पत्र व्यापारिक तथा व्यावसायिक संस्थाओं, बैंकों आदि के नाम लिखे जाने वाले सभी प्रकार के पत्र तथा नौकरी पाने के लिए लिखे जाने वाले आवेदन पत्र आदि इनके अंतर्गत आते हैं. ബിസിനസ് ലെറ്ററിൽ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എഴുതുന്ന പത്രം, അതുപോലെ തന്നെ ബാങ്കുകൾക്ക് നമ്മൾ എഴുതുന്ന ലെറ്റർ,
അതുപോലെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ആപ്ലിക്കേഷൻ ലെറ്ററൊക്കെ ഇതിനകത്ത് വരും. ഇനി അവസാനത്തത് कार्यालय पत्र, ऑफिस लेटर। जो पत्र सरकारी एवं अर्ध सरकारी संस्थाओं के कार्यालयों तथा अन्य कार्यालयों द्वारा भेजे जाते हैं, ये पत्र कार्यालय पत्र कहलाते हैं. അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതുപോലെ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓഫീസുകൾ തമ്മിൽ അയക്കുന്ന പത്രങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഉദാഹരണമായിട്ട് ज्ञापन, निविदा, प्रपत्र, अधिसूचना आदि इस विभाग के अंतर्गत आते हैं. ज्ञापन എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം, നിവിദ എന്ന് പറഞ്ഞാൽ ടെൻഡർ, അതുപോലെ അതിസൂചന എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് ഓഫീസുകൾ തമ്മിൽ, ഏതെങ്കിലും സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തുന്ന ലെറ്റേഴ്സാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്രക്കെ പ്രകാർ. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ലെറ്റേഴ്സിന് ഉള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതിൻ്റെ ഫോർമാറ്റ് പഠിക്കാം. ഇവിടെ പിതാക്കെ നാം പുത്രക്ക പത്ര, ഇവിടെ പിതാവിന് മകൻ അയച്ച ഒരു ലെറ്ററാണ്. അതിൻ്റെ ഒരു മോഡലാണ്. റൈറ്റ് സൈഡിൽ പ്ലേസ് ഉണ്ട്, അതുപോലെ അഡ്രസ്സ്, ഡേറ്റ് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ പൂജ്യ പിതാജി എന്ന് പറഞ്ഞുകൊണ്ട് സല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവസാനം റൈറ്റ് സൈഡിൽ താഴത്തായിട്ട് നെയിമും സമാപൻ വേർഡ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. पूज्य पिताजी, सादर प्रणाम. पिछले मंगलवार को आपका पत्र मिला. पूज्य पिताजी, അങ്ങക്ക് നമസ്കാരം. കഴിഞ്ഞ ചൊവ്വാഴ്ച ട്യൂസ്ഡേ അങ്ങയുടെ ലെറ്റർ കിട്ടി, അതായത് അച്ഛൻ്റെ ലെറ്റർ ലഭിച്ചു. ये जानकर मुझे खुशी हुई कि आप और अम्मा सकुशल है. അച്ഛനും അമ്മയും നന്നായിട്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ സന്തോഷവാനാണ്. मैंने सोचा था कि अगले हफ्ते गाँव पहुंचकर आप दोनों से मिलकर लौट आओ. ഞാൻ വിചാരിച്ചിരുന്നു അടുത്ത ആഴ്ച വീട്ടിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ട് മടങ്ങണമെന്ന്. लेकिन नवंबर दूसरे हफ्ते से हमारी सेमेस्टर परीक्षा शुरू होने वाली है. പക്ഷേ നവംബറിൽ രണ്ടാമത്തെ വീക്കിൽ ഞങ്ങളുടെ സെമസ്റ്റർ പരീക്ഷ ആരംഭിക്കാനിരിക്കുകയാണ്. इसलिए मैं आ नहीं पाऊँगा, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല. परीक्षा के बाद हमें 10 दिन के लिए अध्ययन यात्रा भी है. എക്സാമിന് ശേഷം ഞങ്ങൾക്ക് 10 ദിവസത്തിന് സ്റ്റഡി ടൂറുമുണ്ട്. ये भी नहीं, अब छात्रावास शुल्क भी देना है. അതുമാത്രമല്ല ഹോസ്റ്റൽ, ഛാത്രാവാസ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലാണ്, ഹോസ്റ്റൽ ഫീ, ശുൽക്ക് ഫീ കൊടുക്കാനുണ്ട്. मेरे पास आवश्यक पैसा भी नहीं है, എൻ്റെ അടുത്ത് ആവശ്യത്തിന് പൈസയും ഇല്ല. इसलिए आप मुझे जल्दी से जल्दी 8,000 रुपये भेज दीजिए. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് 8,000 रुपीस എത്രയും പെട്ടെന്ന് അയച്ചു തരണം. मैं क्रिसमस की छुट्टी पर घर आऊँगा. ഞാൻ ക്രിസ്മസ് വെക്കേഷന് വീട്ടിൽ വരും. മാതാജിക്കോ ബി മേരാ പ്രണാം, അമ്മയ്ക്ക് എൻ്റെ നമസ്കാരം പറയണം. റൈറ്റ് സൈഡിൽ ആപ്കാ ഭേട്ട, താങ്കളുടെ മകൻ രോഹിത് എന്ന് പറഞ്ഞുകൊണ്ട് സമാപിക്കുന്നു. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ലിഫാഫെ പർ പത്ത എന്ന് കൊടുത്തിട്ടുണ്ട്. ലിഫാഫ എന്ന് പറഞ്ഞാൽ കവറിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സാധാരണ അച്ഛന് മകൻ എഴുതിയ ലെറ്റർ. ഇത് പേഴ്സണൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. റൈറ്റ് സൈഡിൽ അഡ്രസ്സ്, പ്ലേസ്, ഡേറ്റ്, ലെഫ്റ്റ് സൈഡിൽ സല്യൂട്ടേഷൻ. അത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം അച്ഛനൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ റെസ്പെക്റ്റഡ് ഫാദർ എന്നൊന്നും പറയില്ല, സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുക. അടുത്ത ഉദാഹരണം നമുക്ക് നോക്കാം. ബഡേ ഭായ് കാ ചോട്ടി ബഹൻ കെ നാം പത്ര. ഇവിടെ മുതിർന്ന സഹോദരൻ തൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് എഴുതിയ, സഹോദരിക്ക് എഴുതിയ ലെറ്ററാണ്. നേരത്തെ പോലെ തന്നെ റൈറ്റ് സൈഡിൽ പ്ലേസും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ പ്യാരി മിന്നുന് എഴുതിയ ലെറ്ററാണ്. ബഹൻ്റെ പേര് മിന്നു ആണ്. നമുക്ക് നോക്കാം. പിछले दिन അമ്മ का पत्र मिला. കഴിഞ്ഞ ആഴ്ച അമ്മയുടെ ലെറ്റർ കിട്ടി. उन्होंने लिखा है कि तुम्हारी परीक्षा आने वाली है. അമ്മ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നിൻ്റെ പരീക്ഷ വരാനിരിക്കുകയാണ്. कैसी है तुम्हारी पढ़ाई, ठीक से चल रही है ना? എങ്ങനെയുണ്ട് നിൻ്റെ പഠിത്തമൊക്കെ, നല്ലപോലെ പോകുന്നില്ലേ? तुम समझती होगी कि 10वीं की ये परीक्षा तुम्हारे जीवन का पहला महत्वपूर्ण पड़ाव है.
നിനക്കറിയുമായിരിക്കും, മനസ്സിലാക്കുന്നുണ്ടായിരിക്കും, 10th എക്സാമാണ്. അപ്പോൾ അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മഹത്വപൂർണ്ണമായ ഒരു സ്റ്റെപ്പാണ്. ഒരു ആകെക്ക് ജീവൻ കി നീവ് ഹെ, മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു അടിത്തറ കൂടിയാണ്. നീവ് എന്ന് പറഞ്ഞാൽ അടിത്തറ. हम सब चाहते हैं कि तुम उच्च शिक्षा प्राप्त करके उन्नति के मार्ग पर आगे बढ़ो. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് നീ ഹയർ എഡ്യൂക്കേഷനൊക്കെ ചെയ്ത് ഉന്നതിയുടെ മാർഗത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ये तभी संभव होगा जब तुम अपनी पढ़ाई पर पूरा ध्यान दोगी. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ നീ പഠിത്തത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ തും പഠായി മേ പൂരി തര ലഗ് ജാനാ ചാഹിയെ. നീ ഇപ്പോൾ നന്നായിട്ട് പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. एक एक विषय को छान बीन कर देखो और अपनी कमज़ोरियों को दूर करो. ഓരോ വിഷയങ്ങളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ഏത് വിഷയത്തിലാണോ വീക്കായിട്ടുള്ളത് അതൊക്കെ ഇല്ലാതാക്കണം. പ്രശ്നോ കോ ലിഖ് ലിഖ് കർ യാദ് കറോ. ചോദ്യങ്ങൾ എഴുതി എഴുതി ഓർമ്മിക്കണം. ऐसा करने से लिखने का अभ्यास भी हो जाएगा. അങ്ങനെ ചെയ്യുന്നതിലൂടെ എഴുതാനുള്ള ഒരു പ്രാക്ടീസും കൂടി ആകും. मुझे आशा है कि तुम मेरी बात पर अच्छी तरह ध्यान दोगी और परीक्षा लिखने में सक्षम हो जाओगी. ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു നീ ഞാൻ പറഞ്ഞത് നന്നായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ പരീക്ഷ എഴുതുമ്പോൾ വളരെ സക്സസ് ആയിട്ട് നിനക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഹം സബ് കി പ്രാർത്ഥന ഏവം ആശീർവാദ് തുമാരെ സാത്ത് ഹമേഷ ഹെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശീർവാദവും ഒക്കെ നിൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. അമ്മ ഒരു ബാപ്പു സെ ബി മേരാ നമസ്കാർ കഹന. അമ്മയോടും അച്ഛനോടും എൻ്റെ നമസ്കാരം പറയണം. തുമാര പ്രിയ ഭയ്യ, നിൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ സുഭാഷ് ശർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ ലെറ്റർ എഴുതുമ്പോൾ എവിടെയാണ് പ്ലേസ്, ഡേറ്റ്, അതുപോലെ സല്യൂട്ടേഷൻ അവസാനിപ്പിക്കേണ്ടത് എവിടെയാണ്, ഏത് സൈഡിലാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ എക്സാമിന് ലെറ്റർ എഴുതുമ്പോൾ ഒരു ബോക്സും കൂടെ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഒരു ബോക്സിനകത്ത് ലെറ്റർ എഴുതുന്നതായിരിക്കും നന്നാവുക. അതുപോലെ തന്നെ ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ആർക്കാണോ എഴുതേണ്ടതെന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അടുത്ത ലെറ്റർ നമുക്കൊന്ന് നോക്കാം. മിത്ര കോ പരീക്ഷ മേ പ്രഥം ആനെ കെ ലിയെ ബധായി പത്ര. ഇവിടെ സുഹൃത്തിന് പരീക്ഷയിൽ ഫസ്റ്റ് ആയതിന് ഇവിടെ വിഷസ് അറിയിച്ചുകൊണ്ട് എഴുതിയ ഒരു ലെറ്ററാണ്. ഫ്രണ്ടിന് എഴുതിയ ഒരു ലെറ്ററാണ്. നമുക്ക് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ അഡ്രസ്സ്, പ്ലേസ്, ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സല്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. മേരെ പ്രിയ രാകേഷ്, കൈസെ ഹോ, കുശൽ ഹേന, നീ ഹൗ ആർ യു, ഫൈൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിനക്ക് സുഖല്ലേ? ആശാ ഹെ കി മാതാജി ഓർ പിതാജി സബ് കുശൽ ഹെ. ഞാൻ വിചാരിക്കുന്നു അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണെന്ന്. തുംസെ മിൽക്കർ ബഹുത് ദിൻ ഹോ ഗയെ. നിന്നെ കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. ആജ് കെ സമാചാർ പത്ര മേ മുझे ये पढ़कर बहुत खुशी हुई कि BA परीक्षा में तुम सबसे प्रथम आए हो. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. BA എക്സാമിന് നിനക്ക് വളരെ നല്ല മാർക്ക്, അതായത് പ്രഥം ആയേ ഹോ, ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ബധായ് ഹോ മിത്ര, ബധായ് ഹോ, കൺഗ്രാജുലേഷൻ എന്നാണ് പറയുന്നത്. ഇച്ഛാ ഹേ കി അഭി തും സെ മിലോ. എനിക്ക് ഇപ്പം തന്നെ നിന്നെ കാണാമെന്ന് ആഗ്രഹമുണ്ട്. ലേക്കിൻ കാഷ്, പക്ഷേ എപ്പോൾ, മേ അബ് ആ നഹി പാവുങ്ക, എനിക്കിപ്പോൾ വരാനായിട്ട് സാധിക്കില്ല. ഹാ അപ്പോൾ തുമാരാ ഇരാദ ക്യാ ഹേ. ഇനി എന്താണ് നിൻ്റെ പരിപാടി? എന്താണ് താല്പര്യം, എന്താണ് ഇഷ്ടം? നൗക്കരി കർണേക്കാ യാ ആകെ പഠനേക്കാ. ഇനി ജോലി ചെയ്യുകയാണോ അതോ മുന്നോട്ട് വീണ്ടും പഠിക്കുകയാണോ ചെയ്യുന്നത്? മേരി ഇച്ഛാ ഹെ കി തും ആകെ പഠോ ഒരു ജീവൻ മേ ഊഞ്ചെ പാത് തക് പहुंचो. എൻ്റെ ആഗ്രഹം നീ മുന്നോട്ട് ഇനിയും പഠിക്കണമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഉയർന്ന പോസ്റ്റിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഗലെ മഹീനെ മേ ഗാവ് ആനെ വാലാ ഹൂം. അടുത്ത മാസം ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. തബ് ജറൂർ മിലുങ്ക. അപ്പോൾ എന്തായാലും കാണണം. തബ് തക് വിദ. അതുവരെ വിദ.
തുമാരാ പ്യാര മിത്ര, നിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജീവൻ അശോക് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഒരു സുഹൃത്തിന് എഴുതിയ ലെറ്റർ നമ്മൾ പഠിച്ചു, ഒരു സഹോദരൻ സഹോദരിക്ക് എഴുതിയ ഒരു ലെറ്റർ നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഒരു ഫാദറിന് മകൻ എഴുതിയ ലെറ്ററും നമ്മൾ പഠിച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് നമ്മൾ ലെറ്റർ എന്താണ് എഴുതേണ്ടത്, ആർക്കാണ് എഴുതേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയൊക്കെ നമ്മൾ സങ്കല്പിച്ച് എഴുതേണ്ടതാണ്. അതുപോലെ ഫോർമാറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധന്യവാദ്.